ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂൺ മാസ ഫലമാണ്. ജൂൺ മാസത്തിൽ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് വളരെയധികം അഭിവൃദ്ധികൾ, നേട്ടങ്ങളൊക്കെ വന്നു ചേരുവാൻ അവസരം വന്നു ചേരുന്ന ഒരു മാസമാണ്. അതായത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ധനസ്ഥാനത്ത് നിൽക്കുക, അത് വളരെ വിശേഷാൽ ധന ആഗമന യോഗം ഉണ്ടാകുന്ന ഒരു മാസമാണ്. അത് തൊഴിൽ ചെയ്ത് ധനം നേടുമെന്നുണ്ട്. തൊഴിൽ എന്ന് പറയുമ്പോൾ അവരവർ ചെയ്യുന്ന തൊഴിൽ ഏതാണോ അത് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ, കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുക, വാക്ക് പറയുക, അതുപോലെ തന്നെ വലിയ തുകയുടെ ബിസിനസ്സുകൾ നടക്കുക, അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. അത് ഏറ്റവും ആദ്യമേ ചിന്തിക്കേണ്ട കാര്യം ആരോഗ്യ കാര്യങ്ങളാണ്. അതായത് കണ്ടകശിനിയൊക്കെ ഉണ്ട് എങ്കിലും കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ അതിനോട് അനുബന്ധിച്ച ചില രോഗാവസ്ഥകൾ, ഉദര സംബന്ധമായിട്ടോ ശ്വാസ സംബന്ധമായിട്ടോ തലവേദന പോലെയോ കണ്ഠസംബന്ധമായിട്ടോ ഒക്കെ ഉള്ളവരാണ് എങ്കിൽ അതൊക്കെ ഒരു പരിധി വരെ ചികിത്സ ഇല്ലാതെ തന്നെ മാറുകയും അതുപോലെ തന്നെ ചികിത്സയോടുകൂടി മാറുന്നതിനും നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തുവാനും ഒക്കെ സാധിക്കും. അങ്ങനെയൊക്കെ രോഗാവസ്ഥകളൊക്കെ മാറുന്നതിന് യോഗമുണ്ട്. അത് കൊച്ചുകുട്ടികളായാലും അവർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, വിദ്യാർത്ഥികളായിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് വിജയങ്ങളൊക്കെ വന്നു ചെയ്യും. അതുപോലെ തന്നെയാണ് പ്രായമായവരുടെ കാര്യം. പ്രായമായവർക്കും പല വിധത്തിലുള്ള രോഗാവസ്ഥകളൊക്കെ അലട്ടുന്നവരുണ്ടാകാം. ധാരാളം ആൾക്കാരൊക്കെ വിളിക്കാറുണ്ട്. അത് രോഗാവസ്ഥകളൊക്കെ ഇനിയിപ്പം എങ്ങനെയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ജൂൺ മാസത്തിൽ ഏറ്റവും ഭാഗ്യം ദൈവാധീനമൊക്കെ ഉള്ളതിനാൽ രോഗഭാവത്തെ കൂടി വിചിന്തനം ചെയ്യും. അതായത് തസ്കരാരാതി വിഘ്നാതി വ്യാധേച്ഛ തനിഷതി മരണം വാ അരി ശസ്ത്രേണ ചിന്തനീയം ഷഷ്ടത എന്ന പ്രമാണപ്രകാരം ആ ഷഷ്ടമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ, ഷഷ്ടമഭാവാധിപൻ്റെ സ്ഥിതിയെ അങ്ങോട്ട് ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ അവിടെ ആ രാശിയുടെ അധിപൻ നിൽക്കുന്നത് ശത്രുരാശിയിലാണോ മിത്രരാശിയിലാണോ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ അനുകൂലമാണ് രോഗാവസ്ഥകൾ മാറുവാൻ. പ്രായമായവർക്കും വളരെയധികം ആരോഗ്യപരമായിട്ട് മോശമായിട്ട് ഒക്കെ നിൽക്കുന്ന അവർക്ക് ഇനി ചികിത്സകളൊക്കെ ഫലിക്കുകയും രോഗം ഭേദമാകുന്നതിനൊക്കെ പ്രായമായവർക്കും മധ്യവയസ്കർക്കും യുവതി യുവാക്കൾക്കും ഒക്കെ യോഗമുണ്ട്. മറ്റൊരു കാര്യം വിദ്യാ വിജയങ്ങളാണ്. വിദ്യാഭാവത്തെ വിചിന്തനം ചെയ്ത് നോക്കുന്നതിൽ, അതായത് പല ഭാവങ്ങളെ നോക്കിയിട്ടാണ് വിദ്യയെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ മിഥുനം രാശിക്കാർക്ക് വളരെ സൗഭാഗ്യമുള്ള ഒരു മാസമാണ്. അതായത് പ്രബല ഗ്രഹങ്ങൾ വിദ്യയുടെ വിവിധ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യും. ഉപരിപഠനത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന യുവതി യുവാക്കൾക്കും ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുന്ന മധ്യവയസ്കർക്കും ഒക്കെ വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതിയാൽ പാസ്സാകുന്നതിനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുവാൻ ഒക്കെ സാധിക്കും. അത് മുഖാന്തരം നല്ല ശമ്പള വർധനയോടുകൂടിയ ജോലി കിട്ടും. ധനസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് ഉച്ചം ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ ധനസ്ഥാനാധിപൻ അധിപനോട് യോഗം ചെയ്ത് വരുന്ന ദിവസങ്ങളുമുണ്ട്. അപ്പോൾ ലോട്ടറി ഭാഗ്യവും ഉണ്ടാകാം, കുറിച്ചിട്ടി അടിക്കാം, സുഹൃത്തുക്കൾ സഹായിക്കാം, കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പൂർവികമായ സമ്പത്ത് വന്നു ചേരുന്നതിനോ ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോ ബ്രോക്കറിംഗ് കാര്യങ്ങൾ ചെയ്ത് പെട്ടെന്ന് എടുത്തിട്ട പോലെ പണം വന്നു ചേരുക, കോടികളുടെ ബ്രോക്കറിംഗ് കാര്യങ്ങൾ ചെയ്തു ലക്ഷങ്ങൾ വന്നു, അങ്ങനെയൊക്കെ വരുവാൻ ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. അത് സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ ബന്ധുക്കൾ മുഖാന്തരമോ സഹായിച്ച് ഒരു വാക്കുകൊണ്ടൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ സാമ്പത്തിക കാര്യങ്ങളിൽ. അതുപോലെ തന്നെ കടങ്ങൾ വീടുക,
നിയമപ്രശ്നങ്ങൾ വിട്ടുപോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗ്യം വന്നു ചേരുവാനായിട്ട് ഉള്ള, അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് കടം കൊടുത്തിട്ട് ചോദിച്ചിട്ടെങ്ങും കിട്ടാതെ വിഷമിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കും ഈ മാസം ആ ധനം ഘട്ടം ഘട്ടമായിട്ടൊക്കെ ആയാലും കുറച്ച് കിട്ടുന്നതിനൊക്കെയുള്ള യോഗമുണ്ട്, ധനാഗമന യോഗം. അത് വലിയ വലിയ തുകകളൊക്കെ കടം കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ ഈ ധനം കിട്ടുവാൻ ധനാഗമന യോഗമുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കടങ്ങളൊക്കെ കിട്ടുന്നതിനും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ പൊതുവെ നല്ലതാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും തൊഴിലുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധികൾ വന്നു ചേരും. അത് കൃഷി കാര്യങ്ങളായാലും വാഹനം കൈകാര്യം ചെയ്യുന്നവരായാലും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട അവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ IT മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, പഠിക്കുന്നവർ, മെഡിക്കൽ അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ, അതായത് മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് എങ്ങനെയൊക്കെയാണ് ആദ്യം കണക്കാക്കുന്നത്. അതല്ല, മെഡിക്കലുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർ, സ്കാനിങ്, ലാബോറട്ടറി, അങ്ങനെ പോകുന്നു ആ വലിയ പട്ടിക. അതുപോലെ തന്നെയാണ് കലാകാരന്മാരായിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് വന്നു ചേരുക. കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ആ കലാരംഗവുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുവാനും പുതിയ പുതിയ കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുവാനും, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില പ്രസിദ്ധികളും സൽപ്പേര് വന്നു ചേരുക, സമൂഹ മധ്യത്തിൽ വെച്ച് അംഗീകാരം കിട്ടുക, അങ്ങനെയൊക്കെ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം ദാമ്പത്യ ജീവിതമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബജീവിതം. ഐശ്വര്യപൂർണമായ കുടുംബജീവിതം വന്നു ചേരും. അതായത് ദാമ്പത്യ കുടുംബ ജീവിതത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ആ ദാമ്പത്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പിണക്കം കൊണ്ടോ ഏതെങ്കിലും തരത്തിലൊക്കെ അകൽച്ചയൊക്കെ ഉണ്ടായിരിക്കുന്ന ദമ്പതികളായിട്ട് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുമിച്ച് കൂടി സന്തോഷകരമായിട്ട് ഉല്ലാസയാത്ര പോകുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും സൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാനോ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ ഒരു തുടക്കം കുറിക്കുവാൻ ഈ ജൂൺ മാസം സാധിക്കും. ഇതെല്ലാം കൂടി അങ്ങ് സാധിക്കും എന്നല്ല, ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുക തന്നെ ചെയ്യും ഈ ദാമ്പത്യ കാര്യത്തിൽ. അതിന് സംശയിക്കേണ്ട. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കളായാലും ഒരു വിവാഹം ഒക്കെ വന്ന് വാക്കാകുവാൻ വിട്ടുവീഴ്ചയിലൂടെ മനസ്സ് ഒന്ന് സന്തോഷത്തോടുകൂടി മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സമയം ഒത്തുവരുന്ന ഒരു മാസവും കൂടിയാണിത്. അവസരങ്ങൾ വന്നു ചേരും, സംശയിക്കേണ്ട. അത് വിനിയോഗിക്കേണ്ടത് അവരവരുടെ കടമയാണ്. അത് ചില ആൾക്കാർ കമൻ്റൊക്കെ ചെയ്യാറുണ്ട്, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന്. അങ്ങനെയല്ല, ഓരോ അവസരങ്ങൾ വരുന്നുണ്ട്. തൊഴിൽ കിട്ടാനും വിവാഹ കാര്യത്തിനും സാമ്പത്തികം വന്നു ചേരാനും അങ്ങനെ നിരവധി കാര്യങ്ങൾ, സന്തോഷകരമായി കുടുംബത്തിൽ ജീവിക്കുവാനൊക്കെ അവസരമുണ്ടായിട്ട് മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ മറ്റ് കുൽസിത ബുദ്ധിക്കാരുടെയോ ഉപദേശത്തിന് കീഴടങ്ങി കുടുംബത്ത് കലുഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം ആൾക്കാർ അവർ വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സംസാരിക്കുമ്പോൾ അറിയാം, അവരുടെ കയ്യിലെ ചില ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഒന്ന് നേരെയാക്കിയാൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാവുന്നവരാണ്. അത് എല്ലാവരും സന്തോഷകരമായ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് വളരെ അധികം ശ്രദ്ധയുണ്ടായിരിക്കണം. അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഒരു കുടുംബം എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുവാൻ. അത് മക്കളോടായാലും സഹോദരങ്ങളോടായാലും ജീവിത പങ്കാളിയുമായിട്ടായാലും മാതാപിതാക്കളും ഒക്കെ ആയിട്ട് ഒത്തുപോകുവാനായിട്ട് പരമാവധി ശ്രമം, അതായത് ക്ഷമ, വിട്ടുവീഴ്ച ഒക്കെ ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം ആ വിഷയവും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്നവർക്കും വേണ്ടിയൊക്കെ ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.